അവര് വേണ്ടെന്ന് പറഞ്ഞ അവര് വേണ്ടെന്ന് പറഞ്ഞു. അതെന്ത് ഓണേഴ്സോ? അല്ല ഓണേഴ്സ് അല്ല ബ്രോ. അല്ല അവരിന്റെ നാട്ടിൽ പോകുമ്പോ ഒരു മാസത്തേക്ക് മാസത്തേക്കല്ല ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്ക് നിനക്ക് വരും ഒരാളെ നിർത്താനാണോ? അതെ അതെ. എനിക്ക് തിരിച്ചു വരുന്ന ഇങ്ങോട്ട് തന്നെയാണോ? ഞാൻ തിരിച്ചു വരുന്ന ഇങ്ങോട്ട്. ഇവിടെ അങ്ങോട്ടാ പോകണ്ടേ? നേരെ പോണം. നേരെ പോയിട്ട് കുറച്ചും കൂടെ നിനക്കൊരാളെ വേണം. ഒരുത്തൻ ഇന്നിങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവന് ആയോന്നുള്ളത് അറിയില്ല. അവൻ ലാംപ്ടണിലാണ് പഠിക്കുന്നത്. ഒറ്റൊരു മാസത്തേക്കുള്ളൂ. അവന് ഒരു മാസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവന് മനസ്സിലാവും. എനിക്ക് ടയർ 4 വെക്കാണ്ടായിരുന്നു, വിന്റർ ടയർ. നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും? ഏത് വണ്ടിയാണ്? എന്റെ മറ്റേ ടൊയോട്ട കൊറോളയുടെ വീല 16. ഞാൻ ഇട്ടിട്ട് കുറച്ച് ദിവസമായി, ഇതുവരെ ഒന്നും അനക്കൊന്നും ഉണ്ടായില്ല. സമ്മർ ആയതുകൊണ്ടായിരിക്കാം. എനിക്ക് അങ്ങ് നീ എത്ര രൂപയ്ക്ക് ഇട്ടേ? 4 ടയർ മാത്രം. ഇത് റിമ്മ് സൈസ് ഞാനൊരു 600 ഇട്ടു. ഇത് പുതുരാ 1000 പോലും ഞാൻ തേച്ച് ഓടിച്ചിട്ടാ. ഒരു വിന്റർ തികച്ചു ഓടിച്ചില്ല. വിന്റർ എന്ന് പറഞ്ഞാൽ ഞാനൊരു നവംബർ ആയപ്പോ ഇട്ട്, ഫെബ്രുവരി ആയപ്പോ ഞാൻ നാട്ടിൽ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ തന്നെ ഒരു 8-9 മാസമായി. തിരിച്ചു വന്നപ്പോൾ സമ്മർ ടയർ ഇട്ട് ഞാൻ വണ്ടി പോയി ഇടിച്ചു. അത്രേ ഉള്ളു ആ വണ്ടിയുടെ ഓട്ടം, ആ വിന്റർ ടയറിന്റെ ഓട്ടം. നിനക്ക് ഇങ്ങനെ വണ്ടി ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടോ? വണ്ടി ഗ്രൂപ്പ് ഞാനാണെങ്കിൽ ഒരു കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് ഓഗസ്റ്റിൽ നാട്ടിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ലൊക്കേഷൻ ഒരു മാസം നിന്ന് കഴിഞ്ഞാല് പിന്നെ നിനക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാറാനൊക്കെ സുഖം ഉണ്ടാവുമല്ലോ. നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തെടുക്കാം. അതിന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പോലീസുണ്ട്. അവന്മാര് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. ആര്? അല്ലെ ആ സൈഡിൽ നിന്ന് വണ്ടി ഇങ്ങോട്ട് പോലീസ് ഉണ്ടല്ലോ അവിടെ. അങ്ങനെ എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇനി അടുത്ത ഈ ലൈനിൽ കൂടെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ എടുക്കാൻ പറ്റുമോ? എന്ത് ആ റെഡ് അതുമ്പോ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് നേരെ പോ. മഞ്ഞരൊക്കെ അടിച്ചു വിട്ട് പോവാം. ഇതെന്ത് കാറിന്റെ വല്ല ഗ്രൂപ്പ് ഉണ്ടോന്ന് ഞാനിങ്ങനെ. ഞാൻ ഏകദേശം ലാംപ്ടോപ്പിലേക്കുള്ള നോക്കട്ടെ ഡിസ്റ്റൻസ്. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് തന്നെ റൂം നോക്കിയിട്ട് മാറാൻ കഴിയും. ഹലോ, ഞങ്ങള് വണ്ടിയിലുള്ള വണ്ടിന്ന് വിളിക്കാം. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ പുറപ്പെട്ട് ഇനിയിപ്പോ സിൽവർ സ്പൂണിന്ന് വാങ്ങണോ? എങ്ങനെയാ വാങ്ങണ്ടേ? അവള് പറഞ്ഞ പോലെ തന്നെ അൻസാറിന് അറിയായിരിക്കൂല. അൻസാറെ ഒന്ന് കേട്ടോളാം എങ്ങനെയാ വാങ്ങണ്ടേന്ന്. എനിക്ക് ഏത് ഞാൻ വലിയ സൈസ് വാങ്ങിച്ചിട്ടില്ല ബ്രോ. എനിക്ക് അപ്പൊ അതൊന്ന് പറഞ്ഞോ. സ്മോൾ ട്രേ എനിക്കത് ഞാൻ ബ്രോ ആ സൈസ് ഞാൻ എനിക്ക് അല്ലാത്തത് എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ സ്മോൾ ട്രേ ഞാൻ ജൗഹറിന്റെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓക്കെ ബ്രോ, ഞാൻ അത് പറയാം. ഞാൻ ചെയ്യാം സ്മോൾ ട്രേ ഒന്ന് പറഞ്ഞാൽ മതി. അത് ചിക്കൻ ബിരിയാണി വാങ്ങിക്കും. ഓക്കെ ഓക്കെ ശരി. എന്നാ തൈര് ഉണ്ടാക്കി വെച്ചോട്ടോ. ഓക്കെ ശരി. ഇവിടുന്ന് കറക്റ്റാ പോന്ന അല്ലെങ്കിൽ അവന് ലൊക്കേഷൻ ഏകദേശം അയച്ചു കൊടുക്കുന്നു. പിന്നെ അവന് നോക്കിയിട്ട് പറയാനും പറ്റും. ഒരു മാസമാണെങ്കിൽ പിന്നെ അവന് നോക്കിയിട്ട് വേറെ എവിടെയെങ്കിലും മാറണം. അടുത്ത മാസം ലാസ്റ്റ് 25-ാം തീയതി പോകണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 26-ാം തീയതി കയറും. 25-ഓ? 26-ാം തീയതി എന്നാ വരുന്നത്? 26-ാണ്. ഞാൻ 25-ാം തീയതി പോകണം. വിളിച്ചേക്കാം. ലൊക്കേഷൻ അഡ്രസ് ഒന്ന് അയച്ചിട്ട്. അവിടെ എത്ര മണിയപ്പോ? 11 മണിയൊക്കെ. അല്ല, അവൻ നാട്ടിലാണ്. ഇപ്പൊ ഇങ്ങനെ ഗ്രൂപ്പിൽ കാണുമ്പോ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുണ്ടാവും.
ഉണ്ടാവില്ല എന്താ എങ്ങനെയാന്ന് ഇപ്പൊ നമുക്ക് തന്നെ അറിയില്ലല്ലോ ഫസ്റ്റ് ഈ വരുമ്പോ. പുതിയ ആള് വരുന്നുണ്ടെങ്കിൽ ബ്രോ എന്റെ വീട് കംഫർട്ട്, കാരണം ബസ് സ്റ്റോപ്പ് ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 റൂം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. 2 റൂമില്ല, 1 റൂമേ ഉള്ളൂ. വേണമെങ്കിൽ ആ റൂമിൽ 2 കിടക്കാം, അത്ര സ്പേസ് ഉണ്ട്. ശരിക്കും അങ്ങനെ ഒരു അലോ ചെയ്യും. അല്ല ചെയ്യും, കുഴപ്പമില്ല. 2 അത് കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം അത്യാവശ്യം വലിയൊരു ഭയങ്കര വലുതല്ല, 2 വലിയ ബെഡാണ്. എനിക്ക് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് ആണെങ്കിൽ നാട്ടിൽ നിന്ന് അയപ്പിച്ചിട്ടോ, അങ്ങനെ സേഫ് അല്ലേ? അതെ ബ്രോ, അത് തന്നെ. ഓഗസ്റ്റ് 20. ഹലോ നിയാസ് ആണേ, ഞാൻ നിങ്ങളെ വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നോ? എൻ്റെ പേര് നിയാസ് എന്നാണ്. ഞാൻ വാട്സപ്പിലൂടെ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലായിരുന്നോ? ആ, നിങ്ങൾ എന്നാ വരുന്നത് ശരിക്കും? ഓഗസ്റ്റ് 18 18 4 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. കാരണം 25-ാം തീയതി 25-നാണ് ഞാൻ പോണത്. 5 ദിവസം 4 ദിവസം. കാരണം അവന് 25-നാണ് പോകുന്നത്. അപ്പോ ഓക്കെ, നിങ്ങൾ ഏതായാലും അവരെ നോക്കട്ടെ, 1 മിനിറ്റ്. കോളേജിലേക്കൊരു 1 hour ഡിസ്റ്റൻസ് ഉണ്ടാവും, 1 hour 13 minutes. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 6 ദിവസത്തേക്ക് ഓക്കെ ശരി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് അയച്ചെന്നില്ല, അതിൽ കോണ്ടാക്ട് ചെയ്തോണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ നമ്പറും അതിന് കൊടുക്കുന്നുണ്ടേ. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളെ. ഇപ്പൊ കറന്റ് റൂം റെഡി ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഓക്കെ. എപ്പോഴും അവരുടെ അടുത്തുനിന്ന് ഒന്ന് അഡ്രസ്സ് വാങ്ങി വെക്കുക. അഡ്രസ്സ് വാങ്ങിയിട്ട് മാപ്പിൽ ഡിസ്റ്റൻസ് നോക്കിക്കോണ്ടി, ലാംപ്ടൺ ടു എത്ര വരിക എന്നുള്ളത്. അങ്ങനെ എനിക്ക് 40 ഓക്കെ. എത്ര റെന്റ് പറഞ്ഞത്? എന്റെ ബ്രോ സിംഗിൾ 2 പേർക്കാണോ? ഒരാൾക്കാണെങ്കിൽ ഒരു 400 ആണെങ്കിൽ ഓക്കെ, ഇൻക്ലൂഡിംഗ് യൂട്ടിലിറ്റി എല്ലാം കൂടെ. 2 ആൾക്കാർ വരികയാണെങ്കിൽ ഒരാൾക്ക് അല്ല, ഒറ്റയ്ക്കാണോ സിംഗിൾ ആണോ? സിംഗിൾ ആണെങ്കിൽ 600 രൂപ. 2 പേരാണ് താമസിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് തരാം, 350. പക്ഷെ 1 മാസം ഉണ്ടാവുള്ളൂ. 1 മാസം ഉണ്ടാവും. ശരി. ഏതായാലും ഞാൻ ഓക്കെ. ഞാൻ ഏതായാലും നിന്റെ നമ്പറും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ കേട്ടോ, ഡയറക്റ്റ്. ശരി എങ്കിൽ അയച്ചൊരു നമ്പർ. ഞാൻ എൻ്റെ ഖത്തർ നമ്പറിൽ നിന്നാണ് അയക്കുന്നത്.